ഹലോ, ഓണമൊക്കെ വരാറായില്ലേ? അപ്പോൾ ഓണത്തിൻ്റെ നമ്മുടെ സദ്യയിലുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ട് പച്ചടിയാണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ. പിന്നെ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണേ കുതിരാൻ വേണ്ടിയിട്ട്. കൂടുതലും ആൾക്കാർ കൂട്ടുകറിക്ക് ഉപയോഗിക്കുന്നത് കറുത്ത കടലയാണേ. ഇവിടെ കറുത്ത കടല വലിയ ഇഷ്ടമല്ല കേട്ടോ, വെള്ള കടല എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെള്ള കടലയെ വെക്കുന്നത്. നിങ്ങൾക്ക് കറുത്ത കടലയിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പം എന്തേ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ എന്തേ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിലടിക്കണേ. അതിന് ശേഷം എന്തേ ചേന വൃത്തിയാക്കിയാണേ. വെള്ളം തൊടരുത് കേട്ടോ. ചേന കട്ട് ചെയ്യുമ്പം നമ്മളെ കൈ ചൊറിയും കേട്ടോ. വെള്ളം പറ്റാത്ത രീതിയിൽ നമ്മൾ ചേന കൊച്ചായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് പച്ചക്കയാണ് കേട്ടോ. അത് ഏത്തൻ്റെ പച്ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതെന്താ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മാറ്റി വെക്കണേ. അതിനകത്ത് കറയുണ്ട് കേട്ടോ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട അരപ്പെന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയിൽ ഒന്നും ചേർക്കണ്ട, ഒരിത്തിരി വെള്ളം മാത്രം ചേർക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇടുക, ഒന്ന് അരച്ച് മാറ്റി വെക്കുക കേട്ടോ. നല്ല പോലെ അങ്ങ് അരയരുതേ, ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ നമ്മളെ കടല വെന്തിട്ടുണ്ട്. ആ കുക്കറിൽ തന്നെ നമ്മൾ പച്ചക്ക അരിഞ്ഞതും ചേന അരിഞ്ഞതും കൂടി ഇട്ട് ഒരു 3 വിസിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ ചേനയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്കറിൽ വിസിലടിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ചേനയും പച്ചക്കയും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കുക. നമ്മൾ കടല വേവിച്ചത് ഇടുക. പിന്നെ ദേ നമ്മൾ പച്ചക്കയും ചേനയും വേവിച്ചില്ലേ, അതും കൂടി അതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ദേ നമ്മൾ തേങ്ങ അരച്ചില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ദേ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി നമുക്ക് കടുക് താളിക്കലാണ്. ഇതിനൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ എന്തേ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കടുകിട്ടു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളകിട്ടു, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ചിരകിയത് കേട്ടോ. ഞാനൊരു ഇത്തിരി എടുത്തിട്ടുള്ളൂ, നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് നല്ല ഇതുപോലെ മൂത്ത് വരണം കേട്ടോ. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ വേവിച്ച് വെച്ച ആ കൂട്ടിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പോഴും തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കടുക് താളിക്കലിനൊരു പ്രത്യേക മണമല്ലേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ സദ്യയിലുള്ള സ്പെഷ്യൽ ഐറ്റം കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അതിനെ കുട്ടിക്ക് ഇഷ്ടമായി, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കൂട്ടുകറി ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലെ സദ്യക്ക് എൻ്റെ കൂട്ടുകറി നിങ്ങൾ ട്രൈ ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത് കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.